നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മഴ ശക്തമാകുമ്പോൾ നമുക്ക് ഏറ്റവും ആശങ്ക വരുത്തുന്ന ഒന്നാണ് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ. എന്താണ് മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? വിശദമായി നോക്കാം. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്തും കനത്ത മഴ തുടരുകയാണ്. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 137.80 അടിയായി ഉയർന്നതിനെ തുടർന്ന് 8 മണിക്ക് 13 ഷട്ടറുകളാണ് തുറന്നത്. ഏകദേശം 5000 ക്യൂസെക്സ് വരെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടുകയാണെന്ന് അധികാരികൾ അറിയിച്ചിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ മഴയത്തുണ്ടായിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കിയ ജലം ഇടുക്കി അണക്കെട്ടിലേക്കും എത്തി. 3 ഘട്ടങ്ങളായാണ് സ്പിൽവേ ഷട്ടറുകൾ തുറന്നത്. എന്തായാലും അത് അണക്കെട്ടിൽ ജലനിരപ്പ് 140 അടിയോട് അടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലത് 139.30 അടിയാണ് നിലവിലെ ജലനിരപ്പ്. കനത്ത മഴയെ തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. സെക്കൻഡിൽ 8800 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. നീരൊഴുക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് 10178 അടിയായേക്കും. ഇതിനായി ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കും. കഴിഞ്ഞ ദിവസം ഒറ്റ രാത്രി 6 അടിയോളം ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇതോടെ ഇന്നലെ രാവിലെ 9-ന് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നിരുന്നു. ഉച്ചയ്ക്ക് 13 ഷട്ടറുകൾ 1 മീറ്റർ വീതം ഉയർത്തുകയും ചെയ്തു. എന്തായാലും മുല്ലപ്പെരിയാർ അവസ്ഥ ഇപ്രകാരം 140 അടിയിലേക്ക് അടുക്കുകയാണ്. നമുക്ക് ആശങ്കയൊക്കെ ഉണ്ടാകും. എന്തായാലും അധികൃതർ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ജാഗ്രതയോടെയാണ് ഇവരും ആയിരിക്കുന്നത്. എന്തായാലും മഴ ശക്തമാവുകയാണ്. കേരള തീരത്തോട് രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദവുമാണ് കാരണം. പലയിടത്തും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ട്. ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളത്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ ഉള്ളത് എന്നതുകൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത് ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ്. 23-ാം തീയതിയും ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മഞ്ഞ അലേർട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 22-ാം തീയതി കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. 23-ാം തീയതിയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലേക്ക് വരാം. നമുക്ക് മറ്റ് ജില്ലകളിലുള്ള മഴ മുന്നറിയിപ്പുകൾ, അവിടുത്തെ മഴയുടെ സ്ഥിതി എന്തൊക്കെയാണ് എന്നടക്കമുള്ള വിശദാംശങ്ങൾ കൂടി വിശദമായി നോക്കാം. കാസർഗോഡ്, കണ്ണൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കടൽക്ഷോഭം തുടരുന്നതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. മഴ കനക്കുന്നതിനാൽ മലയോര മേഖലയിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ മലവെള്ളപ്പാച്ചിൽ ഇടുക്കിയിലെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബാധിച്ചു. പലയിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം തകർന്നു. നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തൂവൽ വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകി. വെള്ളച്ചാട്ടത്തിന് മുകളിലെ വ്യൂ പോയിന്റിൽ സ്ഥാപിച്ചിരുന്ന നടപ്പാലവും സുരക്ഷാ ക്രമീകരണങ്ങളും തകർന്നുപോയി. വെള്ളം ഇറങ്ങിയതോടെ വിനോദസഞ്ചാരികൾ വീണ്ടും തൂവലിലേക്ക് എത്തുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ തകർന്നത് അറിയാതെയാണ് സഞ്ചാരികൾ എത്തുന്നതെന്നത് ഏറ്റവും ശ്രദ്ധേയം. ഉടൻ നവീകരണം നടത്തിയില്ലെങ്കിൽ അപകടമുണ്ടായേക്കുമെന്ന ആശങ്ക നിലവിലുണ്ട്. മാത്രമല്ല, രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അതിശക്തമായ മഴയാണ് പെയ്തത്. ഫുജൈറ, ഗോർഫക്കാൻ മേഖലകളിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ പെയ്തത്. ഫുജൈറയിലെ മസാഫിയിൽ മഴയെ തുടർന്ന് റോഡിലേക്ക് പാറകൾ പതിച്ചു. കിഴക്കൻ മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മസാഫി പ്രദേശത്ത് മഴ പെയ്യുന്നതിന്റെ പാറകൾ റോഡിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ NCM സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. വേനലിനും ശൈത്യത്തിനും ഇടയിലുള്ള പരിവർത്തന കാലയളവിൽ അസ്ഥിര കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ വരും ദിവസങ്ങളിലും അടുത്ത ആഴ്ചയിലും മഴയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാമെന്ന് NCM മുന്നറിയിപ്പ് നൽകി. ഫുജൈറ, റാസൽ ഖൈമ എമിറേറ്റുകളിലെ ചിലയിടങ്ങളിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാം. ചില സ്ഥലങ്ങളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച അതോറിറ്റി
വീടിന് പുറത്തുള്ള പ്രവർത്തനങ്ങളിൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. മലയോര മേഖലയിൽ യാത്ര ചെയ്യുന്നവർ റോഡിൽ കാഴ്ച കുറയുന്നതിനാൽ വേഗം കുറയ്ക്കുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ മലയിടിച്ചിലിന് സാധ്യതയുണ്ട്. മാത്രമല്ല, സീസൺ മാറുന്ന സമയങ്ങളിൽ UAE പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റം പ്രകടമാണ്. ഈ മാസം 21 തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയേറെയാണ്. അപ്പോൾ നാട്ടിൻപുറത്ത് മാത്രമല്ല UAE അടക്കം മഴയാണ്. അപ്പോൾ പ്രവാസി മലയാളികളും കൂടി ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരാഴ്ച മുമ്പ് അറേബ്യൻ കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് മേഖലയിൽ മഴ തുടരാൻ കാരണം. ഞായറാഴ്ച സുഹാൻ, അൽ ഐൻ എന്നിവിടങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം 91% അടുത്ത ആഴ്ച ദുബായ്, അബുദാബി എമിറേറ്റുകളിൽ ഈർപ്പം ഏതാണ്ട് 85% ഉയരുമെന്നും NCM പ്രവചിച്ചിരുന്നു. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ താപനില ഉയർന്ന നിലയിൽ തുടരും. അൽ ദഫ്ര മേഖലയിലെ അബു ഖുറാനിലാണ് ഞായറാഴ്ച ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. 38.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടെ രേഖപ്പെടുത്തിയ ചൂട്. ഞായറാഴ്ച പുലർച്ചെ കൊച്ചി നഗരത്തിൽ പെയ്ത മഴയിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷനിടയിലുള്ള റോഡ് പൂർണ്ണമായി മുങ്ങിപ്പോയി. കാൽനട യാത്രക്കാരെ, ഇരുചക്ര വാഹന യാത്രക്കാരെ ഇതേറെ ബുദ്ധിമുട്ടിച്ചു. മഴവെള്ളത്തിനൊപ്പം മലിനജലം കലർന്നതും ആശങ്കയുണ്ടാക്കി. ഗതാഗത കുരുക്കും രൂക്ഷമാണ്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലും MG റോഡിലെ കടകളിലും വെള്ളം കയറി. അതിശക്തമായ പനമ്പള്ളി നഗറിലും വെള്ളക്കെട്ടുണ്ടാക്കി. ശനിയാഴ്ച രാത്രി 12 തുടങ്ങിയ മഴ പുലർച്ചെ 3 വരെയാണ് നീണ്ടുനിന്നത്. പകൽ മഴ മാറി നിന്നതോടെ വെള്ളക്കെട്ട് ഒഴിവായി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടക്കം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം. ഇടുക്കി ജില്ലയിലാണ് മഴ ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന നെടുങ്കണ്ടം, തൂക്കുപാലം, കമ്പംമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘസ്ഫോടനത്തിന് സമാനമായ കനത്ത മഴ പെയ്തു. 3 മണിക്കൂറിലേറെ നീണ്ട മഴയിൽ മലവെള്ളപ്പാച്ചിലുകളും വെള്ളപ്പൊക്കവും ഉണ്ടായി. കൂട്ടാറിൽ ട്രാവലർ ഉൾപ്പെടെ വാഹനങ്ങൾ ഒഴുകിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കല്ലാ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ തുറക്കുകയും അധിക ജലം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്തു. 2018 പ്രളയത്തിലും വെള്ളം കയറാത്ത ചില പ്രദേശങ്ങൾ പോലും ഇത്തവണ വെള്ളത്തിൽ മുങ്ങിയതായി നാട്ടുകാർ പറയുന്നു. പുലർച്ചയോടെ തുടങ്ങിയ മഴയിൽ വീടുകളും കടകളുമാണ് വെള്ളം കയറിയത്. വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇടുക്കിയിലെ വെള്ളാരംകുന്നിൽ കുമളി ആനവിലാസ റോഡിൽ അർദ്ധരാത്രിയോടെ കനത്ത മഴയിൽ മൺകൂന റോഡിലേക്ക് പതിച്ചതിലേക്ക് വാഹനം ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു. പറപ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരണപ്പെട്ടത്. മഴയെ തുടർന്ന് ഗതാഗതം പല പ്രദേശങ്ങളും പൂർണ്ണമായി നിലച്ചു. കുമളി, കട്ടപ്പന, അടിമാലി മേഖലകളിൽ വ്യാപക വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മഴ കിട്ടുന്ന പ്രദേശങ്ങളിലാകെ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ. മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കിയ ജലം ഇടുക്കി അണക്കെട്ടിലേക്കും എത്തി. 3 ഷട്ടറുകളായാണ് സ്പില്ലേ ഷട്ടറുകൾ തുറന്നത്.